ജെയും ഇപ്പോൾ സിപിഎം സംസ്ഥാന സെക്രട്ടറി മാധ്യമങ്ങളെ കാണുന്നു. അതിലേക്ക്. എന്നാൽ ഇത്തരത്തിലുള്ള രാഷ്ട്രീയ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനോ രാഷ്ട്രീയ വിശകലനങ്ങൾ സംഘടിപ്പിക്കാനോ കേരളത്തിലെ ഉൾപ്പെടെയുള്ള വലതുപക്ഷ മാധ്യമങ്ങൾ തയ്യാറാവാത്ത സ്ഥിതിയാണ് നിലനിൽക്കുന്നത്. പ്രത്യേകിച്ച് കേരളം രാഷ്ട്രീയ പ്രബുദ്ധതയുള്ള ഒരു ജനതയുടെ ആവാസ കേന്ദ്രമെന്ന നിലയിൽ ഇത്തരം ദേശീയ രാഷ്ട്രീയ പ്രശ്നങ്ങളെ ഗൗരവപൂർണമായ ഒരു ചർച്ചയ്ക്ക് വിധേയപ്പെടുത്താൻ പോലും നമ്മുടെ മാധ്യമ ശൃംഖലക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ് വളരെ വിഷമകരമായ ഒരവസ്ഥ. ഈ അടുത്ത ദിവസങ്ങളിൽ മാധ്യമ ചർച്ച പരിശോധിച്ചാൽ കേരളത്തിൽ വർഗീയത CPM ആണ് ഉയർത്തുന്നത് എന്നുള്ള പ്രചാരവേല UDFന്റെ തീരുമാനത്തെ അടിസ്ഥാനപ്പെടുത്തി വടകര പ്രശ്നം വെച്ച് ചർച്ച ചെയ്യുകയുണ്ടായി. CPIഎമ്മും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഇതുവരെ ഇല്ലാത്ത നിലയിൽ വർഗീയ ധ്രുവീകരണത്തിനും അശ്ലീല പ്രചരണങ്ങൾക്കും സഖാവ് ശൈലജ ടീച്ചർക്കെതിരായി വടകര നിയോജകമണ്ഡലത്തിലുടനീളം സ്ഥാനാർത്ഥിയും UDFും അറിഞ്ഞുകൊണ്ട് നടത്തിയിട്ടുള്ള ഇത്തരം പ്രചരണങ്ങളെ തുറന്നു കാണിക്കാൻ വടകര നിയോജകമണ്ഡലത്തിന്റെ വിവിധ മേഖലകളിൽ വർഗീയ ധ്രുവീകരണത്തിനെ എതിർക്കാനും മതസൗഹാർദ്ദത്തെ നിലനിർത്താനും വേണ്ടിയുള്ള പ്രവർത്തനം താഴെത്തട്ടിൽ നടന്നുവരുന്ന സന്ദർഭത്തിലാണ് UDFുകാർ ഞങ്ങളും മതസൗഹാർദ്ദത്തിനു വേണ്ടി വർഗീയ പ്രചരണത്തിനെതിരായിട്ട് പ്രചാരവേല സംഘടിപ്പിക്കുമെന്ന് പരസ്യമായിട്ട് പ്രഖ്യാപിച്ചു. കള്ളൻ സ്ത്രീയുടെ കഴുത്തിലെ മാല പൊട്ടിച്ചോടുമ്പോൾ കള്ളനുൾപ്പെടെ എല്ലാവരും കള്ളനെ പിടിക്കാൻ പോകുന്ന ഒരു നിലയാണ് വടകരയിലെ ഈ വർഗീയ ധ്രുവീകരണത്തിന് ആക്കം കൂട്ടാൻ നേതൃത്വം കൊടുത്ത ഷാഫി പറമ്പിൽ ഉൾപ്പെടെയുള്ളവർ അവിടെ ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ അഭ്യാസം. അത് വടകരയിലെ ജനങ്ങൾ, കേരളത്തിലെ ജനങ്ങൾ ശരിയായ രീതിയിൽ തിരിച്ചറിയും എന്ന് തന്നെയാണ് അത് സംബന്ധിച്ച് പറയാനുള്ളത്. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, മുഖ്യമന്ത്രിയെയും മകളെയും അതുവഴി പാർട്ടിയെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെയും കരുതാരി തേക്കുന്നതിന് കേരളത്തിലെ അഭിഭാഷക മേലങ്കി കൂടി അണിഞ്ഞ് ഒരു സ്ഥിരം കേസിന്റെ വക്താവായിട്ട് മാറുന്ന കുഴൽനാടന്റെയും കുഴൽനാടൻ നടത്തിയിട്ടുള്ള കേസിന്റെയും ഒരു പ്രത്യേക പതനം ഈ കേരളം കാണുകയുണ്ടായി. കുഴൽനാടന്റെ മാത്രം ഒരു പതനമല്ല, കുഴൽനാടനിങ്ങനെ കഴമ്പില്ലാത്ത ആരോപണങ്ങൾ മുഖ്യമന്ത്രിക്കെതിരായും മന്ത്രിയുടെ കുടുംബത്തിനെതിരായും വ്യാപകമായിട്ട് സത്യവിരുദ്ധമായി പ്രചരിപ്പിക്കുമ്പോൾ അതിന് നല്ല രീതിയിൽ പ്രചരണം നൽകിയിട്ടുള്ള
കേരളത്തിലെ വലിയൊരു മാധ്യമ ശൃംഖല യഥാർത്ഥത്തിൽ ഏറ്റവും അവസാനത്തെ കോടതി വിധിയോടെ അവർ കെട്ടിപ്പൊക്കിയ ചില്ലുകൊട്ടാരം അമ്പെ തകർന്നു വീണിരിക്കുന്നു എന്ന വസ്തുത സ്വാഭാവികമായിട്ടും അവർക്ക് അംഗീകരിക്കാൻ സാധിക്കുന്നതല്ല. അതുകൊണ്ട് ആ രീതിയിൽ അവർ പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. കുഴൽനാടൻ മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഉന്നയിക്കുന്ന ആരോപണം തെറ്റാണ് എന്ന് വന്നാൽ ഞാൻ മാപ്പ് പറയാൻ തയ്യാറാണ് എന്ന്. ഏതെങ്കിലും ഒരു പ്രശ്നത്തിന് മാപ്പ് പറഞ്ഞ് അവസാനിപ്പിക്കുക എന്നുള്ള നിലപാട് സ്വീകരിക്കുന്ന ഒരു പാർട്ടിയോ പ്രസ്ഥാനമോ അല്ല ഞങ്ങളുടേത്. പക്ഷേ ഒരു വ്യക്തി ഒരു കള്ള കേസ് കൊടുക്കുമ്പോൾ ആ കേസുമായിട്ട് ബന്ധപ്പെട്ട ഘട്ടങ്ങളിൽ മുമ്പ് മുതലേ, ഇപ്പോഴും മാത്രമല്ല, മുമ്പ് തന്നെ എക്സ്ലോജിക്കിന്റെ ഭാഗമായിട്ട് വാങ്ങിയ 1.72 കോടി റുപ്യക്ക് കൃത്യമായി നികുതി അടച്ചതിന്റെ റെസീറ്റ് കാണിച്ചാൽ അന്ന് ഞാൻ മാപ്പ് പറയും എന്ന് കുഴൽനാടൻ ആദ്യം പറഞ്ഞതാണ്. അത് കാണിച്ചിട്ടും മാപ്പ് പറയുന്ന പ്രക്രിയയിലേക്ക് കുഴൽനാടൻ മാറിയിട്ടില്ല. ഓരോ കേസ് കൊടുക്കുമ്പോഴും മാധ്യമങ്ങളോട് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത് തെറ്റാണ് എന്ന് പറഞ്ഞാൽ ഞാൻ കേരളീയ സമൂഹത്തോട് മാപ്പ് പറയും എന്നാണ്. അവസാനം നമുക്കെല്ലാം അറിയുന്നത് പോലെ, പകൽ വെളിച്ചം പോലെ മനസ്സിലായ ഒരു കാര്യം, നിരവധി അന്വേഷണവും നിരവധിയായ ചർച്ചകളുമൊക്കെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ട് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കാൻ മാധ്യമ ശൃംഖലകൾ ഉൾപ്പെടെ എല്ലാം ഫലപ്രദമായിട്ട്, പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് വരുമ്പോഴാണ് അത് രൂക്ഷമായിട്ട് വരിക. കേസിന്റെ മേലെയുള്ള എന്തൊക്കെയാണ് കേസിന്റെ ഭാഗമായിട്ട് കൊടുത്തിട്ടുള്ളത് എന്നുള്ള കാര്യമെല്ലാം ചർച്ച ചെയ്യുന്നത് ഈ തെരഞ്ഞെടുപ്പ് വരുമ്പോഴാണ്. ഇപ്രാവശ്യം പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ടും ആ രീതിയിലുള്ള ഒരു ചർച്ചയ്ക്ക് വേണ്ടി എന്നോടന്നെ ഈ മാധ്യമ പത്രസമ്മേളനങ്ങളുടെ ഭാഗമായിട്ട് ചോദിച്ചിട്ടുണ്ട് പല ഭാഗത്തുനിന്നും. അവിടെ അന്വേഷണം വരികയാണല്ലോ, ഇവിടെ ഇങ്ങനെ അന്വേഷണമാണല്ലോ എന്നെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചിട്ടുള്ളതാണ്. ഞങ്ങളൊക്കെ അന്ന് മറുപടി പറഞ്ഞിട്ടുണ്ട്, ഇതെല്ലാം കള്ള പ്രചാരവേലയാണ്, കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ പ്രചാരവേലയുടെ ഭാഗമാണ് എന്ന് ഞങ്ങൾ അന്ന് വിശദീകരിച്ചതാണ്. അപ്പോൾ നമുക്കറിയാം, ഇവിടെ ഓരോരോ മേഖലയിൽ ഓരോരോ കേസ് ഓരോ ഘട്ടങ്ങളിലായി കൊടുക്കുകയാണ്. കീഴ്ക്കോടതിയുടെ സ്വകാര്യ അന്വേഷണത്തിന്റെ ഭാഗമായി കമ്പനി നിയമം 210 കമ്പനിയുടെ കാര്യം മാത്രം അന്വേഷിക്കുന്ന ആ ഭാഗമാണ്. ഹൈക്കോടതിയെ അത് സംബന്ധിച്ച് ഉത്തരവ് കിട്ടിയിട്ടുള്ളതാണ്. ഹൈക്കോടതി നിലവിൽ അങ്ങനെ ഒരു ഉത്തരവ് ഉണ്ട്. ഈ വിധി നിലനിൽക്കുകയാണ് PC ജോർജും മകനും BJPയിൽ ചേരുന്നത് ഡൽഹിയിൽ പോയിട്ട്. ഇപ്പോൾ ഡൽഹിയിൽ പോയി BJPയിൽ ചേരുന്നതിന്റെ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യകത കമ്പനി നിയമം 212 വ്യക്തിയുടെ കാര്യം കൂടി അന്വേഷിക്കുന്ന വ്യവസ്ഥ, അത് അടിസ്ഥാനപ്പെടുത്തി SFIO അന്വേഷിക്കാൻ കേന്ദ്ര സർക്കാരിന്റെ കമ്പനി കോർപ്പറേറ്റ് അഫിലിയേഷൻ വകുപ്പിൽ നിന്നും ഉത്തരവുണ്ടാകുകയാണ്. അപ്പോൾ അങ്ങനെയൊരു അന്വേഷണം ഒരു ഘട്ടത്തിൽ വലിയ വാദകോലാഹലം. ചില പത്രങ്ങളുടെ ഒന്നാമത്തെ പേജിലെ വേറെ ഒന്നും കൊടുക്കാനാവാത്ത രീതിയിലുള്ള ഹെഡിങ്, പണ്ടൊക്കെ തലക്കെട്ട് നമ്മൾ പറയുന്നില്ലേ, ആ തലക്കെട്ടിൽ വാർത്തയായിരുന്നു ഈ SFIO അന്വേഷണം. യഥാർത്ഥത്തിൽ ഹൈക്കോടതി നിർദ്ദേശത്തിനെതിരായിട്ടാണ് ഈ ഉത്തരവ് തന്നെ വന്നത്. ഇതോടൊപ്പം മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയിൽ ഒരു ഹർജി ഈ സംഘങ്ങളെല്ലാം ചേർന്നുകൊണ്ട് കൊടുക്കുകയും
മൂവാറ്റുപുഴ കോടതി അത് തള്ളുകയും ചെയ്തു. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം.